Hello students. In this video, we'll be discussing about the difference between managerial economics and pure economics. By now, you know what is economics. You have brushed up your memory regarding economics and its various definitions, and you know how this new subject, managerial economics, have been derived and what was the purpose behind deriving such a subject and the nature of the subject. It is multidisciplinary. It takes concepts from different disciplines like mathematics, statistics, operations research, accounting, and everything. So that is a multidisciplinary subject, and the basic characteristic of this new aspect as being known to you. And we have already discussed about the scope of managerial economics, and now we are moving on to specifically explain what are the difference between the managerial economics and the pure economics, what we know earlier. So, managerial economics has been described as economics applied to decision making. നമ്മുടെ മാനേജർ എക്കണോമിക്സിനെ പറയുമ്പം സീഗൽമാൻ്റെ ഡെഫിനിഷനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. എന്താ പറയുന്നത്? ഇന്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക് തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. ഡിസിഷൻ മേക്കിംഗ് ഇസ് ഗിവൻ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതൊരു അപ്ലൈഡ് എക്കണോമിക്സ് ആണ്. ഇറ്റ്സ് എൻ അപ്ലൈഡ് എക്കണോമിക്സ്. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. It may be viewed as a special branch of economics. However, the main points of difference are the following. അപ്പോൾ ഇതൊരു എക്കണോമിക്സിന്റെ തന്നെ ഒരു ഭാഗമായിട്ടോ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ആയിട്ടോ അതിനെ കൺസിഡർ ചെയ്യാം. Now we are moving on to the differences. The traditional economics has both micro and macro aspects, whereas managed economics is essentially micro in character. നമ്മൾ എക്കണോമിക്സിന്റെ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് മൈക്രോ കോൺസെപ്റ്റ് which deals with individuals, firms or unit, a particular business unit, and the macro level which is concerned with the whole economy like calculation of national income, GNP, aggregate demand, aggregate supply, etc. So economics is a combination of it consists of micro aspects and macro aspects, but managed economics is essentially micro in character. It is concerned with an individual business unit. How the concepts in economics helps a particular business firm in making its decisions. അതാണ് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് എങ്ങനെയാണ് സഹായിക്കുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റിനെ കുറിച്ചാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു മൈക്രോ ലെവലില് ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മാനേജർ എക്കണോമിക്സ് കൺസിഡർ ചെയ്യുന്നത്. ഹോപ്പ് ദ പോയിന്റ് ഇസ് ക്ലിയർ. Then economics is both positive and normative science, but the managerial economics is essentially normative in nature. എന്താ പോസിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്? എന്താണ് വാട്ട് ഈസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പോസിറ്റീവ് സയൻസ്. എന്തൊക്കെ തിയറീസ് എക്കണോമിക്സിൽ പറയുന്നുണ്ടെങ്കിൽ എക്കണോമിക്സ് കുറച്ചും കൂടി ഇറ്റ്സ് മോർ പോസിറ്റീവ് ദാൻ നോർമറ്റീവ്. നോർമറ്റീവിൽ നമ്മൾ പറയാ എന്തായിരിക്കണം, വാട്ട് ഓട്ട് ടു ബി, വാട്ട് ഷുഡ് ബി എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നോർമറ്റീവ് സയൻസിൽ കൊടുക്കുക. അപ്പോൾ എക്കണോമിക്സിൽ രണ്ടും ഉണ്ട്, പക്ഷെ ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് മോർ പോസിറ്റീവ് ദാൻ നോർമറ്റീവ്. കൂടുതലും പോസിറ്റീവ് ആണ്, എന്നാൽ കുറച്ച് നോർമറ്റീവ് ആസ്പെക്ട്സും എക്കണോമിക്സിൽ ഉണ്ട്. ബട്ട് കമ്മിങ് ടു മാനേജർ എക്കണോമിക്സ് ഇറ്റ്സ് പ്യുവർലി നോർമറ്റീവ്. അത് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന സമയത്ത് പറഞ്ഞതാണ്. അത് നോർമറ്റീവ് സയൻസ് ആണ്. എങ്ങനെ ആയിരിക്കും, വാട്ട് ഈസ് ആൻ ഐഡിയൽ കണ്ടീഷൻ, ഒരു ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ വാട്ട് ഔട്ട് ടു ബി ഡൺ എന്നുള്ളതാണ് മാനേജർ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മോർ നോർമറ്റീവ് ഇൻ നേച്ചർ, ബട്ട് എക്കണോമിക്സ് ഇസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ്. Then economics deals mainly with the theoretical aspect only, whereas managed economics deals with the practical aspect. നമ്മൾ പറഞ്ഞത് ഒരു applied economics ആണ്. Economics is there. When you apply economics in business decision making, it becomes managed economics. അപ്പോൾ managed economics focuses more on the practical aspect of economic theories and concepts. മറ്റേത് കുറച്ചും കൂടി തിയോററ്റിക്കൽ ആണ്. നാഷണൽ ഇൻകം ഇങ്ങനെയാണ്,
എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇറ്റ്സ് നോട്ട് മച്ച് ബോതേഡ് അബൌട്ട്. അപ്പൊ എക്കണോമിക്സ് കുറച്ചും കൂടെ തിയറട്ടിക്കൽ ആണ്, ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണ്. Then managed economics studies the activities of an individual firm or unit that we have already discussed. Micro level ആണെന്ന് പറയുമ്പോൾ ഒരു firm ആണ്, theory of firm ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. Its analysis of problems is micro in nature, micro ആണ്. Whereas economics analyze problems both from micro and macro aspects. ഇതൊക്കെ പോയിന്റ് സേക്കിൽ പറയുന്നതാണ്. മറ്റേതിൽ എക്സ്പ്ലെയിൻ ഒന്ന് തിയറി ഓഫ് ഫേം ആണ്, മറ്റേത് the whole aspect is being considered എന്നുള്ളതാണ്. Then economics studies human behavior on the basis of certain assumptions. അത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കുറച്ച് assumptions ഉണ്ടാവും എപ്പോഴും. But these assumptions sometimes do not hold good in managed economics as it concerns only with practical problems or studies managerial behavior. മാനേജർ എക്കണോമിക്സിൽ എന്തുണ്ടാവില്ല, ഇത് എപ്പോഴും ശരിയാവണം എന്നില്ല. നമ്മൾ എപ്പോഴും പറയാറില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത് ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാം. ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ പറയുന്നു other things remaining constant. When the price of a product increases, the demand decreases, and when price decreases, demand increases. ഇതാണ് ലോ ഓഫ് ഡിമാൻഡ്. ഇത് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. ഇതിന്റെ ബേസ് കുറച്ച് അസംഷൻസ്, അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്, വേറെ ഫാക്ടേഴ്സ്, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, എവറിത്തിങ് ഷുഡ് റിമെയിൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് കോൺസ്റ്റന്റ് ആയിരിക്കണം, അപ്പോൾ മാത്രമേ ഈ ലോ വർക്ക്ഔട്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് അവ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണെന്നും അവിടെ നമ്മളൊരു കുറച്ച് അസംഷൻസ് വെക്കണം. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു അസംഷൻ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ മാനേജർ എക്കണോമിക്സിൽ എപ്പോഴും അത് പോസിബിൾ അല്ല. അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ പ്രോബ്ലംസിനാണ്. റിയൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, തിയറി അല്ല. ആൻഡ് ഇറ്റ് ഈസ് മോർ അബൌട്ട് മാനേജറിയൽ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ വിൽ ബി ഡിഫറെന്റ്. ഐ മൈസെൽഫ് വിൽ ബി ഡിഫറെന്റ് ഇൻ മൈ ഹോം, ബട്ട് വെൻ ഐ എം ഇൻ എ ഗ്രൂപ്പ്, ഇൻ എ കോളേജ്, മൈ ബിഹേവിയർ വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ ഒരു മാനേജറിയൽ ഡിഫറൻസസ് ബിഹേവിയർ ആണ് അവിടെ വരിക. അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ്. ദെൻ under economics we study only the economic aspect of problems, but under managed economics we have to study both economic and non-economic aspects. Okay, economics പേര് പറയുന്ന പോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. മാനേജ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മറ്റു കാര്യങ്ങളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ it considers both economic as well as non-economic aspects. Then economic studies principles underlying rent, wages, interest and profits. എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാടക, വേജസ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എല്ലാ ആസ്പെക്റ്റിനെയും സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളെയും കവർ ചെയ്യുന്നതാണ് എക്കണോമിക്സ്. പക്ഷെ മാനേജർ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ലാഭം. ബിസിനസിനെ സംബന്ധിച്ച് പ്രോഫിറ്റ് ആണ് മെയിൻ കൺസേൺ. അതുകൊണ്ട് തന്നെ മാനേജ്ഡ് എക്കണോമിക്സ് കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത് ഈ പ്രോഫിറ്റിന്റെ മുകളിലാണ്. Then sound decision making in managed economics is considered to be the most important task. Decision making ആണ് importance. പക്ഷെ മാനേജ്ഡ് എക്കണോമിക്സിലോ അവിടെ ഡിസിഷൻ മേക്കിംഗ് അല്ല ഇമ്പോർട്ടൻറ്റ്. അവിടെ ഡിസിഷൻ മേക്കിങ്ങിന് മാത്രം ഒരു ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. എവറി കോൺസെപ്റ്റ് ഇസ് ബീങ് എക്സ്പ്ലെയിൻഡ്, അത്രയേ ഉള്ളൂ. പക്ഷെ മാനേജ് എക്കണോമിക്സിന് ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനും എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. Then the scope of managed economics is limited and not so wide as that of economics. എക്കണോമിക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാനേജ്ഡ് എക്കണോമിക്സിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ് മാനേജ്ഡ് എക്കണോമിക്സ്. അപ്പൊ അതിന് സ്കോപ്പ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് ആണ്. ഓക്കെ, then ഇത്രയാണ് നമുക്ക് ലിമിറ്റേഷൻസ് ഉള്ളത്. Thus it is obvious that managed economics is very closely related to economics, but its scope is narrow as compared to economics. സ്കോപ്പ് കുറച്ച് കുറവാണ് കമ്പയർഡ് ടു എക്കണോമിക്സ്. അല്ലാതെ കുറവൊന്നുമല്ല.
Then managed economics is also closely related to other subjects. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. It's multidisciplinary. Statistics, mathematics and accounting എല്ലാത്തുനിന്നും കാര്യങ്ങൾ എടുത്തിട്ടാണ് managed economics ഡീൽ ചെയ്യുന്നത്. And a trained managed economist integrates concepts and methods from all these disciplines, bringing them to bear on business problems of a firm. അപ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ബിസിനസ് പ്രൊഫഷണൽ ഉണ്ടെങ്കിൽ, മാനേജർ എക്കണോമിസ്റ്റ് ഉണ്ടെങ്കിൽ, ഹി ക്യാൻ ബ്രിങ് സക്സസ് ടു ദ ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ എക്കണോമിക്സ് അപ്പോൾ ഏത് വലുത് ചെറുത് എന്നുള്ളതില്ല, പക്ഷെ എക്കണോമിക്സ് ഒരു വൈഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ സ്കോപ്പ് കൂടുതലാണ് വെൻ കമ്പയർ ടു മാനേജ് എക്കണോമിക്സ്. മാനേജ് എക്കണോമിക്സ് ഒരു ഡിറൈവ് ചെയ്തിട്ടുള്ള പുതിയ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ സ്കോപ്പ് കുറച്ചും കൂടെ ലിമിറ്റഡ് ആണ്. Okay, hope this was informative. വല്ല സംശയവും ഡിഫറൻസസിലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, if you have problems in asking in group, you can ask me personally. മനസ്സിലാക്കാതെ പോകരുത്. Okay, thank you.